സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്, ചിക്കൻ ഫ്രൈ. ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ട് അതിൻ്റെ 2 കാലുകളാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ചിക്കനാണ്. ബാക്കി പീസ് ഞാൻ ഇതിൽ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി മിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അരിയാൻ പോവുകയാണ്. ഈ ചിക്കൻ കറിയിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷേ എൻ്റെ ചെറിയ സവാളയാണിത്, എൻ്റെ കയ്യിൽ ശാമ്പുളി ഇല്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക്, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാനിനി കുക്കറിൽ തന്നെ വഴറ്റിട്ട് കടുവറുത്തിട്ട് കുക്കറിൽ തന്നെ വഴറ്റിയതിന് ശേഷം ഈ ചിക്കൻ കൂടി അതിൽ കൂടെ ഇട്ട് വഴറ്റി വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 വിസിൽ വന്നാൽ മതി, നല്ലതുപോലെ വേകും. വൈറ്റ് ചിക്കൻ പെട്ടെന്ന് വേകുമല്ലോ. ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എരിവിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ 1 വിസിൽ വന്ന് 1 തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം ആദ്യമേ തന്നെ സവാളയും പച്ചമുളകും വഴറ്റിയതിന് ശേഷം ചിക്കൻ ചേർക്കുമ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ചേർക്കുന്നത്. മല്ലിയില, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് 1 വിസിലിൽ നല്ലതുപോലെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ സവാളയും പച്ചമുളകും ഞാൻ വഴറ്റി ഇനി അതിലേക്ക് ചിക്കനും ടൊമാറ്റോയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർക്കാൻ പോവുകയാണ്. ഈ സവാളയിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തു. മുളക് പൊടി ചേർത്തിട്ടില്ല. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1 നുള്ള കുരുമുളക് പൊടിയും ചേർക്കും. ഇനി മറ്റെല്ലാം ചേർത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ 1 വിസിൽ, ചിക്കൻ കറി റെഡി. കണ്ടോ, ചിക്കൻ 1 വിസിൽ വന്നിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. ഉപ്പ് ഞാൻ സവാള വഴറ്റിയപ്പോൾ അതിനോടൊപ്പമാണ് ചേർത്തത്, ചിക്കൻ പീസിൽ ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് കുറവായിരുന്നു, ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇതിന് കൂടുതൽ ചാറ് കറി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൽ വയ്ക്കാം. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചില്ല, ഇത് മതി, ഇത് കറക്റ്റായിരിക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. ചോറും വേറെ ഇന്ന് കറിയും വെച്ചിട്ടില്ല. ഇനി ഇതിനെ എനിക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് തൈരുമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.